വാ ഇരിക്കേ, കുറെ നേരം നിങ്ങളെ ഞാൻ കാത്തിരിക്കാം. ഇരിക്കെ. ഞാൻ ആരുടെ പുസ്തകം വായിക്കുന്ന അറിയാം നമുക്ക്? മാജിക് അങ്കിള്. മലപ്പുറം ജില്ലയിലെ കവളമുക്കട്ട എന്ന് പറയുന്ന കുഗ്രാമത്തിൽ നിന്ന് മാജിക്കിൻ്റെ മാസ്മര ലോകത്തേക്ക് ഒരുപാട് പരിശ്രമത്തിലൂടെ വളർന്ന നമ്മുടെ പ്രിയപ്പെട്ട മാജിക് അങ്കിളിൻ്റെ ഒരു പുസ്തകമാണ് വായിക്കുന്നത്. ഈ പുസ്തക വായനയ്ക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വാക്കുകൾ കൊണ്ട് മനോഹരമായിട്ട് ചില പുസ്തകങ്ങൾ ചിത്രം വരച്ചിരുന്നു നമുക്ക് നമ്മുടെ മനസ്സിലേക്ക്. മാജിക് അങ്കിളിൻ്റെ ഈ പുസ്തകം ഉണ്ടല്ലോ, അവിടുത്തെ ഗ്രാമത്തെക്കുറിച്ച്, അദ്ദേഹം ചെയ്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുമ്പോൾ മനോഹരമായ വാക്കുകൊണ്ടുള്ള ചിത്രം അദ്ദേഹം വരച്ചിരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആമയുടെയും മുയലിൻ്റെയും കഥ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ആമയുടെയും മുയലിൻ്റെയും കഥ ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലും എന്തായിരിക്കും? ഓരോ ആമയും ഓരോ മുയലും ഓരോ കാടും ആയിരിക്കില്ലേ? അല്ലേ? നമ്മൾ ടി വിയിൽ ഒരു ദൃശ്യം കാണുന്ന പോലെ എല്ലാവരും ഒരുപോലെയാണോ കാണുക? അല്ല. അപ്പോൾ നമ്മുടെ വായന, പുസ്തക വായന നമ്മുടെ ഭാവനയെ ഒരുപാട് ഉണർത്തും, ഇല്ലേ? ഇന്ന് അങ്ങനെയുള്ള ഒരു വാങ്മയ ചിത്രം നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയുന്ന ഒരു കവിത ഞാൻ ചൊല്ലിത്തരാം. ഇത് ചൊല്ലി കേട്ടിട്ടാകുമ്പോൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാൽ മതി എന്താണ് ആ കവിത എന്ന്. നിങ്ങളുടെ മനസ്സിൽ ആ ചിത്രം, നിങ്ങളുടേതായ ഒരു ചിത്രം വരയ്ക്കുക. എല്ലാവരും കണ്ണടച്ചിരുന്ന് ആ കവിതയുടെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ വരയ്ക്കാം. മുറിക്കുള്ളിൽ കൊളുത്തിയ നിലവിളക്കുണ്ട്, താഴെ മയിൽപ്പീലിയൊന്നു പാറിക്കിടന്നിടുന്നു. വെളുത്ത പട്ട് കൊണ്ടമ്മ കെട്ടിയ പൂന്തൊട്ടിലൊന്ന് പതുക്കെ പതുക്കെ കാറ്റിലാടി നിൽക്കുന്നു. മുറിക്കുള്ളിൽ കൊളുത്തിയ നിലവിളക്കുണ്ട്, താഴെ മയിൽപ്പീലിയൊന്നു പാറിക്കിടന്നിടുന്നു. വെളുത്ത പട്ട് കൊണ്ടമ്മ കെട്ടിയ പൂന്തൊട്ടിലൊന്ന് പതുക്കെ പതുക്കെ കാറ്റിലാടി നിൽക്കുന്നു. ഉറക്കമാം പൈതൽ കാണാൻ വയ്യ തീരെ, തുകിൽ ഞൊറി ഇളക്കുന്ന തെന്നലിനും ചന്ദനഗന്ധം. ഉറക്കമാം പൈതൽ കാണാൻ വയ്യ തീരെ, തുകിൽ ഞൊറി ഇളക്കുന്ന തെന്നലിനും ചന്ദനഗന്ധം. നീലമേഘം പോലിരുണ്ട് പൊൻതളയണിഞ്ഞോരുണ്ണിക്കാല് മാത്രം തൊട്ടിലിൽ നിന്നൂർന്നതാ കാൺമൂ. നീലമേഘം പോലിരുണ്ട് പൊൻതളയണിഞ്ഞോരുണ്ണിക്കാല് മാത്രം തൊട്ടിലിൽ നിന്നൂർന്നതാ കാൺമൂ. അടുത്തു ചെല്ലുവാൻ വയ്യ ജനാലയ്ക്ക് ജന്മങ്ങൾക്ക്, പുറത്ത് ഞാൻ വ്യഥ പൂണ്ട് കാത്തു നിൽക്കുന്നു. അടുത്തു ചെല്ലുവാൻ വയ്യ ജനാലയ്ക്ക് ജന്മങ്ങൾക്ക്, പുറത്ത് ഞാൻ വ്യഥ പൂണ്ട് കാത്തു നിൽക്കുന്നു. വ്യഥ പൂണ്ട് കാത്തു നിൽക്കുന്നു. വ്യഥ പൂണ്ട് കാത്തു നിൽക്കുന്നു. എല്ലാവരും വരച്ചോ ചിത്രം? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടേതായ ഒരു ചിത്രം വരച്ചിട്ടുണ്ടല്ലേ? മോൻ എന്താ വരച്ചേ? ഒരു മുറിക്കകത്ത് നിലവിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നു. നിലവിളക്ക് കൊളുത്തി വെച്ചു. പിന്നെ എന്താ ഉള്ളത്? മയിൽപ്പീലി താഴെ കിടക്കുന്നുണ്ട്. പിന്നെ വെള്ളത്തൊട്ടിലുണ്ട്. അതിനകത്താരാ? ഒരു കുട്ടി അല്ലേ? ഒരു കുട്ടി കിടക്കുന്നുണ്ട്. കാർമേഘത്തിന്റെ നിറമാണ്. ആ കുട്ടിയുടെ കാല്, രണ്ടു കാലും വെളിയിലാണോ? ആ, ഒരു കാല് വെളിയിലാണ് അല്ലേ? നീലമേഘം പോലെ ഇരുണ്ട പൊൻതളയിഞ്ഞ ഒരു കാല് തൊട്ടിലിൽ നിന്ന് ഊർന്ന് കിടക്കുന്നുണ്ട് അല്ലേ? ആരാ അത് നോക്കിയിരിക്കുന്നത്?
അമ്മ എവിടെയുള്ളത്? ജനാലയം. ജനാലയ്ക്ക് പുറത്താണ്. പിന്നെയോ? അതെന്തുകൊണ്ടാണ് അമ്മയ്ക്ക് ജനാലയ്ക്കും ജന്മത്തിൻ്റെയും പുറത്താണെന്ന് പറയുന്നത്? ആ, അമ്മ കാണുന്ന ഒരു സ്വപ്നമായിരിക്കാം ഇത് അല്ലേ? അമ്മയ്ക്ക് അങ്ങനെ ഒരു കുട്ടിയില്ല അല്ലേ? ആരാണ് അതിനകത്ത് ശരിക്കും കിടക്കുന്നത്? മയിൽപ്പീലിയുണ്ട്, നീലമേഘം പോലുള്ള കാലുണ്ട്. ആ, ഉണ്ണികൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറയുന്ന ഒരു കവിതയാണ്. ജനാലയ്ക്കും ജന്മത്തിനും പുറത്ത് നിന്നിട്ട് അമ്മ കാണുന്ന ഒരു സ്വപ്നം. ഒരു സ്വപ്നം എന്നാണ് ഈ കവിതയുടെ പേര്. ഈ കവിത കണ്ടിട്ട് കേട്ടിട്ട് ആരുടെ കവിതയായിരിക്കാനാണ് അത് സാധ്യത? ആ, മിടുക്കൻ, വളരെ കൃത്യമാണ് കേട്ടോ. സുഗതകുമാരി ടീച്ചറുടെ മനോഹരമായ ഒരു വാങ്മയ ചിത്രമുള്ള കവിതയാണ്. അപ്പോൾ ഇത്തരം കവിതകൾ, പുസ്തകങ്ങൾ ഒക്കെ വായിക്കുമ്പോഴുള്ള ഗുണം എന്താണ്? നമ്മുടെ ഭാവന നന്നായി ഉണരും അല്ലേ? അപ്പോൾ എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വായിക്കണം. നിങ്ങളുടെ ഭാവന കൂടുതൽ ഉണർത്തണം.